10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തു പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചതിൽ പ്രതിഷേധിച്ച് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDF മാർച്ച് നടത്തുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് നിരുത്തരവാദിത്തപരമായാണ് കാര്യങ്ങൾ ചെയ്തത്. പന്നികളെ വെടിവെച്ച് കൊല്ലുന്ന കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ വീഴ്ച വരുത്തി. ഇതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മരണത്തെ പോലും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന കോൺഗ്രസുകാർ ഹൃദയമില്ലാത്തവരാണെന്ന് തെളിഞ്ഞു. ആശുപത്രിയിലേക്കുള്ള റോഡാണ് അവർ ഇന്നലെ വൈകിട്ട് തടഞ്ഞത്. അതുവഴി സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു. മരിച്ച കുട്ടിയുടെ വീട്ടിലേക്കുള്ള വഴിയിൽ രാത്രിയിൽ UDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിച്ചു. രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. എന്നാൽ സംഭവത്തിന്റെ സത്യാവസ്ഥ വളരെ പെട്ടെന്ന് പുറത്തെത്തി. കോൺഗ്രസുകാർ പറഞ്ഞതെല്ലാം അസത്യമെന്ന് തെളിഞ്ഞു. വൈദ്യുതി മോഷണം നടത്തുന്നത് കോൺഗ്രസുകാരാണ്. സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായ പ്രതി വിനീഷ് പിടിയിലായിട്ടുമുണ്ട്. അനന്തു ഷോക്കേറ്റ് മരിച്ചപ്പോൾ വിനീഷ് സമീപത്തുണ്ടായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ഷോക്കേറ്റ കുട്ടികളെ രക്ഷിക്കാൻ ഇയാൾ തയ്യാറായില്ല. ആളുകൾ കൂടിയപ്പോൾ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പണവും വസ്ത്രവും എടുത്തു വയ്ക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഒളിവിൽ പോകാൻ ശ്രമിക്കവെയാണ് വിനീഷ് പിടിയിലായത്. ശനിയാഴ്ച രാത്രിയാണ് വഴിക്കടവിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തു പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 2 കുട്ടികൾക്കും ഷോക്കേറ്റു. ഷാനു, യദു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരാൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും മറ്റേയാൾ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം UDFന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചിരുന്നു. കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് പ്രതിഷേധം നടത്തിയത്. അനധികൃതമായി കെണിവയ്ക്കാൻ KSEB ഒത്താശ ചെയ്യുന്നുവെന്നും വിദ്യാർത്ഥിയുടെ മരണത്തിൽ സർക്കാർ മറുപടി പറയണമെന്നുമാണ് UDF ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് നേതാക്കളായ ജ്യോതികുമാർ ചാമക്കാല, രാജു P. നായർ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് റോഡിൽ ഗതാഗത കുരുക്കുണ്ടായി. സ്ഥലത്തെത്തിയ CPIM നേതാവ് A. വിജയരാഘവന്റെ വാഹനം പ്രവർത്തകർ തടയുകയും ചെയ്തു. എന്നാൽ നിലമ്പൂർ വഴിക്കടവിൽ ഷോക്കേറ്റ 15കാരൻ അനന്തുവിന്റെ മരണം അങ്ങേയറ്റം ദുഃഖകരമാണെന്നും ആ വേദനയിലും സംയമനം പാലിക്കുന്ന കുടുംബത്തിന്റെ ദുഃഖത്തിൽ പാർട്ടി പങ്കുചേരുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. UDF കാണിക്കുന്നത് പ്രാകൃത ശൈലിയാണ്. കേരളം ഇത് അംഗീകരിക്കുന്ന ശൈലിയല്ല. UDF ഒരു കൊച്ചുകുഞ്ഞിന്റെ മരണത്തെ പോലും രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അവർ മരണത്തിന്റെ കച്ചവടക്കാരായി മാറിയെന്നും ഇത് മനുഷ്യത്വരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. വൈപ്പിനിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂരിൽ UDFനെ കാത്തിരിക്കുന്നത് ദയനീയ പരാജയമാണ്. അടിമുടി പരാജയ ഭീതിയിൽ വിറയ്ക്കുകയാണ്. ആരെയൊക്കെ കൂട്ടുപിടിച്ചാലും വിജയിക്കില്ല എന്നുറപ്പായപ്പോൾ മരണത്തെ കൂട്ടുപിടിക്കുകയാണ്. സ്വരാജ് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഭാരതമാതാവ് എന്ന സങ്കല്പം എല്ലാ ഇന്ത്യക്കാർക്കും ആവേശം പകരുന്ന പ്രതീകമാണ്. ഭാരതമാതാവ് എന്ന വിഷയത്തിൽ CPIയും CPIMഉം നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ CPIയെ തള്ളി CPI രംഗത്ത് വരില്ല. ഇക്കാര്യത്തിൽ CPIMുമായി CPI ഇപ്പോൾ ചർച്ചയ്ക്കില്ല. ഒരു രാഷ്ട്രീയ ചർച്ച അനിവാര്യമാകുന്ന ഘട്ടം വരികയാണെങ്കിൽ സംവാദമാകാമെന്നും ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ മന്ത്രിമാരെല്ലാം പ്രതികരിച്ചു കഴിഞ്ഞു. ഇനിയും പ്രതികരിക്കണമെന്ന് മാധ്യമങ്ങൾക്ക് വാശിയുണ്ടെങ്കിൽ അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും LDFൽ വ്യത്യസ്ത അഭിപ്രായമില്ല എന്നുറപ്പാണെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. എന്നാൽ LDFനെ കടന്നാക്രമിക്കാൻ ദാരുണ സംഭവങ്ങൾ UDF രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിന് പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഇതാണ് വ്യക്തമാക്കുന്നത്. ഇതിലെ രാഷ്ട്രീയ ഗൂഢാലോചന പരിശോധിക്കണമെന്നും ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതേക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ UDF സ്ഥാനാർത്ഥി തയ്യാറായില്ല. മറുപടി നൽകേണ്ടത് KPCC പ്രസിഡന്റ് ആണെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വിമർശനങ്ങൾ നിഷേധിക്കുന്നതല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. സ്ഥലത്ത് നടന്ന സംഭവങ്ങളൊന്നും കൃത്യമായി മനസ്സിലാക്കാതെ സർക്കാരിനെതിരെ പ്രശ്നം തിരിച്ചുവിട്ട് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ബോധപൂർവ ശ്രമമാണ് ഉണ്ടായത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയെന്ന അന്വേഷണത്തിലൂടെ മനസ്സിലാകും. KCB ലൈനിൽ നിന്നും വൈദ്യുതി മോഷ്ടിച്ച് കെണിയൊരുക്കി പന്നിയെ ഷോക്കടിപ്പിച്ച് കൊല്ലുന്നത്
ഗുരുതര കുറ്റകൃത്യമാണ്. കെണിവയ്ക്കാനുള്ള സാധനങ്ങൾ സമീപത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അനധികൃത പ്രവൃത്തിക്ക് പിന്നിലുള്ളവരെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് കണ്ടെത്തി അറസ്റ്റും രേഖപ്പെടുത്തി. വിശദമായ ചർച്ചയിലൂടെയേ വിഷയം കൂടുതൽ മനസ്സിലാക്കാനാകൂ. ആ സംഭവം ഇത്ര പെട്ടെന്ന് വാർത്തയാക്കി രാഷ്ട്രീയ ആയുധമാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢോദ്ദേശം ഉണ്ടോ എന്ന് പരിശോധിക്കണം. അപകടത്തിന് പിന്നാലെ സ്ഥലത്ത് ആളുകൾ ആസൂത്രിതമായി എത്തിയതാണോ, വാഹനങ്ങൾ തടഞ്ഞതുൾപ്പെടെ സംഭവങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ എന്നെല്ലാം പരിശോധിക്കണം. ഇത്തരം സംഭവങ്ങൾ ഉന്നയിച്ച് LDFനെയും നേതാക്കളെയും ആക്രമിക്കുന്നത് ശരിയല്ല. ഇതിനു പിന്നിൽ ഗൂഢാലോചന സംഘമുണ്ട്. ഇക്കാര്യത്തിൽ പഞ്ചായത്ത് മെമ്പറുടെ പങ്കും പരിശോധിക്കണം. UDF സ്ഥാനാർത്ഥിയുടെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. പ്രതിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചാൽ എല്ലാം മനസ്സിലാക്കാം. ഇതിന് പിന്നിലുള്ള എല്ലാവരെയും പുറത്തു കൊണ്ടുവരണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. എന്നാൽ അതോടൊപ്പം ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വാർത്ത കഴിഞ്ഞ മാസം പന്നിക്കണി വെച്ച് ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ച സംഭവമാണ്. ഈ സംഭവത്തിൽ പോലീസിനും KSEBക്കുമെതിരെ ഗൃഹനാഥന്റെ കുടുംബം രംഗത്ത് വരികയുണ്ടായി. ഇത് അനന്തുവിന്റെ മരണത്തിന് മുമ്പ് സംഭവിച്ചതുകൊണ്ട് തന്നെ ഈ വിഷയം ഇപ്പോൾ കൂടുതൽ ചർച്ചയാവുകയാണ്.